റസൂലല്ലാഹ്. കള്ളം പറഞ്ഞില്ല അലിയാരിതങ്ങള് കള്ളം പറഞ്ഞില്ല. നബിയേ, എന്റെ കയ്യിലൊന്നുമില്ല നബിയേ. എന്റെ പ്രിയപ്പെട്ടവരെ, വിവാഹാലോചനകൾ നടത്തുമ്പോ കള്ളം പറയുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. ഉസ്താദേ, കപ്പലുണ്ട്, ഫ്ലാറ്റുണ്ട്, ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്. കള്ളത്തരം പറഞ്ഞിട്ട് പെണ്ണുങ്ങളെ വഞ്ചിക്കാറില്ല. അങ്ങനെ വഞ്ചിക്കുന്നവരുണ്ടോ? പണം കണ്ടിട്ട് പെണ്ണ് കെട്ടുന്ന സമുദായമേ, പണം നോക്കിയിട്ട് പെണ്ണ് കെട്ടുന്ന സമുദായമേ, കള്ളത്തരം പറഞ്ഞു പാവപ്പെട്ട പെൺകുട്ടികളുടെ ജീവിതം തുലയ്ക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. ഓടി നടന്ന് പെണ്ണ് കെട്ടുന്നവന്മാരുണ്ട്. ഒന്നല്ല രണ്ടല്ല, ഓടി നടന്ന് പെണ്ണുങ്ങളെ കെട്ടിയിട്ട് ആ പാവങ്ങളുടെ സ്വത്തും കൊണ്ട് ഒളിച്ചോടുന്ന ഒരുപാട് യുവാക്കളുടെ കാലമാ. അലിയാരിതങ്ങൾ കള്ളം പറഞ്ഞില്ല. യാ റസൂലല്ലാഹ്, എന്റെ കയ്യിൽ ഒന്നുമില്ല നബിയേ, ആകെയുള്ളത് ഒരു വാളാണ്. അലിയാരിതങ്ങൾ പറയുകയാണ്, ആകെയുള്ളത് ഒരു വാളും ഒരു പടയങ്കിയുമാണ്. എന്റെ സമ്പാദ്യമെന്ന് പറയാൻ ദുൽഫുഖാർ എന്ന് പറയുന്ന വാളുണ്ട്, അതാ ഒരു പടയങ്കിയുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, പടയങ്കി എടുത്തുകൊണ്ടുവരാൻ. അതാ അലിയാരിതങ്ങൾ പടയങ്കിയുമായി നബി തങ്ങളുടെ മുമ്പിൽ വന്നു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വാള് നീ യോദ്ധാവാണ്, നിന്റെ കയ്യിൽ വാളിരിക്കട്ടെ. ഈ പടയങ്കി കൊണ്ടുപോയി വിറ്റിട്ടുവാ, ഈ പടയങ്കി കൊണ്ടുപോയി വിറ്റിട്ടുവാ. അലിയാര് തങ്ങളോടുകയാണ്. എന്തിനാ? ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് മഹ്ർ കൊടുക്കാൻ ആ പടയങ്കിയുമായി പടച്ചവനെ ചന്തയിലേക്ക് പോയി. അലിയാര് തങ്ങൾ പടയങ്കിയും പിടിച്ചു നിൽക്കുമ്പോ മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല ചോദിച്ചു, എന്തേ അലിയേ, ഈ പടയങ്കി വെക്കാമെന്നതാണ്. അതാ എന്റെയും ഫാത്തിമയുടെയും വിവാഹം തീരുമാനിച്ചിരിക്കുകയാണ്, മഹ്ർ കൊടുക്കണമല്ലോ. അലിയാര് തങ്ങളോട് ചോദിച്ചു, എനിക്ക് തരുമോ പടയങ്കി? അല്ലാഹുവേ, അവിടുന്ന് 400 ദിർഹം കൊടുത്ത പടയങ്കി ഉസ്മാൻ തങ്ങൾ വാങ്ങുകയാ. 400 ദിർഹം വാങ്ങിച്ചിട്ട് ആ പടയങ്കി വാങ്ങിക്കുകയാണ്. എന്നിട്ടതാ 400 ദിർഹവും കൊടുത്ത് പടയങ്കി വിറ്റിട്ട് തിരിച്ചു പോകാൻ തയ്യാറാകുമ്പോ ഉസ്മാൻ തങ്ങൾ പറഞ്ഞു, അലിയേ, നീ ഒരു യോദ്ധാവാ, ഈ പടയങ്കി നിനക്ക് തന്നെ ഇരിക്കട്ടെ.